നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാസപ്പടി അങ്ങനെ ഇങ്ങനെയൊന്നും ആരും മറക്കാനിടയില്ല. അതിന് എന്തൊക്കെ വിഷയം വന്നാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ചെയ്തു കൂട്ടിയതൊന്നും മലയാളികൾ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. ഏറ്റവും ഒടുവിലായി ഇതാ ഈ നിയമസഭയുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പൊക്കെ തന്നെ വരുമ്പോഴും അപ്പോഴും എവിടെ ചെന്നാലും MV ഗോവിന്ദൻ നേരിടുന്നത് മാസപ്പടിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസവും ഒരു പ്രമുഖ ചാനൽ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം മാസപ്പടിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നൽകിയ ഉത്തരമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ചോദ്യം ഇങ്ങനെയായിരുന്നു. മാസപ്പടിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അത് നിങ്ങളുടെ സൃഷ്ടിയാണ്, അതായത് അത് മാധ്യമ സൃഷ്ടിയാണ് എന്നാണ്. അത് നിങ്ങൾ സൃഷ്ടിച്ചതാണ്. അതെങ്ങനെയാണ് ഞങ്ങൾ സൃഷ്ടിച്ചത് എന്ന മാധ്യമപ്രവർത്തകന്റെ തിരിച്ചു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം ഇങ്ങനെ: കരാറിന്റെ ഭാഗമായി 3 കൊല്ലക്കാലത്ത് 1.72 കോടി രൂപ ലഭിച്ചതിനെ മാസപ്പടിയാക്കിയത് നിങ്ങളാണ്. 1.72 കോടി രൂപ CMRL എന്ന കമ്പനി മുഖ്യമന്ത്രി വീണ വിജയന്റെ മകൾ MD ആയിട്ടുള്ള എക്സാലോജിക് എന്ന കമ്പനിക്ക് നൽകുന്നത് സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ. എന്നാൽ അങ്ങനെയുള്ള ഒരു സേവനവും എക്സാലോജിക് നൽകിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അതിനെ നിയമപരമായി പ്രതിഫലമായി കാണാനാവില്ല എന്നുമാണ് ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത്. സേവനം കൊടുക്കുന്നതിന് രേഖകളില്ല എന്നതാണോ പ്രശ്നം? അത് അവരുടെ താല്പര്യമാണ്. അതിനേക്കാളും കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ഒരു രേഖയും ഇല്ലെങ്കിലും ഒഴിവാക്കി കൊടുത്തിട്ടില്ലേ? അതാണ് പറഞ്ഞത് അവരുടെ താല്പര്യമാണെന്ന്. ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെ: ഇവിടെ ആരാണ് ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുന്നത്? അങ്ങനെയൊരു ന്യായീകരണവും ഞങ്ങൾ നടത്തിയിട്ടില്ല. എക്സാലോജിക് CMRL നൽകിയ സേവനത്തിന്റെ രേഖകൾ പുറത്തുവിട്ടാൽ ആ നിമിഷം തീരുന്ന പ്രശ്നമാണിത്. എന്തുകൊണ്ടാണ് അതിന് കഴിയാത്തതെന്ന ചോദ്യത്തിന് അവർ രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു ഗോവിന്ദൻ മാഷിന്റെ മറുപടി. ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു രേഖയും എക്സാലോജിക്ക് ഹാജരാക്കിയിട്ടില്ല. ശൂന്യതയിൽ നിന്നും രേഖയുണ്ടാക്കാൻ എക്സാലോജിക്കിന് കഴിയുമോ എന്ന ചോദ്യത്തിന് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിയട്ടെ. 2 കമ്പനികൾ തമ്മിലുള്ള കരാറിൽ CPM ഇടപെടേണ്ട കാര്യമില്ല. ഈ വിഷയം സഖാവ് പിണറായി വിജയനിലേക്ക് എത്തിക്കാനുള്ള നിങ്ങളുടെ ശ്രമമാണ് ഞങ്ങൾ ചെറുക്കുന്നത്. മകളുടെ പേര് പറഞ്ഞ് പിണറായി വിജയനെ ആക്രമിക്കുന്നത് നിങ്ങളുടെ രാഷ്ട്രീയമാണ്. അത് ഞങ്ങൾ അനുവദിക്കില്ല. CPMന്റെ രാഷ്ട്രീയ എതിരാളികൾ ഈ വിഷയം ആയുധമാക്കുന്നുണ്ട്. പക്ഷേ അതിനുള്ള വിഭവങ്ങൾ കൊടുക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുടെ കമ്പനിയാണ്. പരിശോധന കഴിയട്ടെ. പല ഏജൻസികളും അന്വേഷിക്കുന്നുണ്ടല്ലോ. അന്വേഷണം കഴിയട്ടെ. എന്നാൽ മകളുടെ പേരും പറഞ്ഞ പിണറായി വിജയൻ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമം ഞങ്ങൾ ചെറുക്കുക തന്നെ ചെയ്യുമെന്നായിരുന്നു മറുപടി. മാത്രമല്ല, ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകൾ മറികടന്നാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇടതുമുന്നണിയെ വീണ്ടും തെരഞ്ഞെടുത്തത് എന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിച്ചു. എന്നാൽ മറ്റൊരു ചോദ്യം: ഈ തെരഞ്ഞെടുപ്പ് ആ അർത്ഥത്തിൽ ഇടതുമുന്നണി സർക്കാരിന്റെ വിലയിരുത്തലാവുമോ എന്ന ചോദ്യത്തിന് അതങ്ങനെയാണല്ലോ, ജയിച്ചാലും തോറ്റാലും വിലയിരുത്തലായിരിക്കും. എക്സാലോജിക്കിന്റെ കാര്യത്തിൽ ഒറ്റ കാര്യമേ ഉള്ളൂ: മൈനസ് പിണറായി ആണെങ്കിൽ അതിൽ ഒന്നുമില്ല. എന്തായാലും നിലവിൽ ഇപ്പോഴും പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വീണ വിജയനുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരങ്ങളിൽ അദ്ദേഹം വീണ വിജയനെ പൊത്തിപ്പിടിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. മറ്റൊരു പ്രസിദ്ധമായ ചോദ്യത്തിനുള്ള ഉത്തരം ഇങ്ങനെയായിരുന്നു. ആ ചോദ്യം ആദ്യം നോക്കാം. ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ അന്വേഷണത്തിൽ തെളിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന് രാജിവെക്കേണ്ടി വരുമോ? ആ ചോദ്യത്തിന് ഉത്തരം ഇങ്ങനെ: എന്ത് തെളിവാണ് പുറത്തു വരാനുള്ളത്? അങ്ങനെയാണെങ്കിൽ അത് ഇതിനും എത്രയോ മുമ്പേ വരേണ്ടതായിരുന്നു. ഞങ്ങൾക്കിതിൽ ഒരു ഭയവുമില്ല. ഈ വിഷയത്തിൽ ഉന്നയിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഇനിയും മറുപടി കിട്ടിയിട്ടില്ല. അതായത് CMRL നൽകിയ സേവനത്തിന് എന്ത് രേഖകളാണ് എക്സാലോജിക്കിന്റെ കയ്യിലുള്ളത് എന്ന ചോദ്യത്തിന്. അത് ഞങ്ങൾ പറയേണ്ടത് എന്തിനാണ്? അത് കമ്പനി പറയട്ടെ. അതിൽ ഇടപെട്ട് ന്യായീകരിക്കേണ്ട കാര്യം എനിക്കില്ല എന്നും വ്യക്തമാക്കുകയാണ് ഗോവിന്ദ മാഷ്. എന്തായാലും നിലവിൽ ഇപ്പോഴും SFIO വന്നിട്ടുണ്ടെങ്കിലും എന്തായാലും അദ്ദേഹം നിലവിൽ ഈ ഒരു വീണ വിജയനുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ സപ്പോർട്ട് ചെയ്ത് സംരക്ഷിച്ചുകൊണ്ടുള്ള മറുപടികൾ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്.